2007 ഫെബ്രുവരിയിൽ വലിയ സ്വപ്നങ്ങളുമായി വെങ്കടക്കൊണ്ടയും അദ്ദേഹത്തിന്റെ ഭാര്യ ചെഞ്ചുലതയും ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പറന്നു. പെൻസിൽവാനിയയിലുള്ള കിങ് ഓഫ് പ്രഷ്യ എന്ന ശാന്തസുന്ദരമായ പട്ടണത്തിൽ അവർ സെറ്റിൽഡായി. അവർ രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സായി വർക്ക് ചെയ്തു. ഒരുപാട് ഇന്ത്യൻ ഫാമിലീസ് ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ് അവർ താമസിച്ചിരുന്നത്. പരസ്പരം സ്നേഹവും ആഹാരവും കൈമാറി അവർ അയൽക്കാരുമായി അടുത്തു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 2012 അവർക്കൊരു പെൺകുട്ടി ജനിച്ചു. നിഷ്കളങ്കമായ മുഖവും ഉണ്ടക്കണ്ണുകളുമുള്ള അവൾക്ക് സാൻവി എന്നാണ് അവർ പേരിട്ടത്. ഇതേ സമയം ആന്ധ്രാപ്രദേശിൽ വെങ്കടക്കൊണ്ടയുടെ മാതാപിതാക്കൾ തങ്ങളുടെ പേരക്കുട്ടിയെ കാണാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. വിസിറ്റിംഗ് വിസ കിട്ടിയതും 2012 ജൂലൈ മാസം അവരും അമേരിക്കയിലെത്തി. വെങ്കടക്കൊണ്ടയുടെ അമ്മ സത്യവതിയുടെ വരവ് അവർക്ക് ഒരു വലിയ സഹായമായിരുന്നു. കാരണം കുഞ്ഞിനെ നോക്കുന്നതും വീട്ടുജോലിയുമെല്ലാം സത്യവതി ഏറ്റെടുത്തു. ഇതിനിടയിൽ ചെഞ്ചുലതയുടെ ബർത്ത്ഡേ പാർട്ടിയും അവർ ആഘോഷിച്ചു. ആഘോഷത്തിൽ അയൽക്കാരും പങ്കുചേർന്നു. അതിനുശേഷം സത്യവതിയുടെ ഭർത്താവ് ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയും സത്യവതി അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ദിവസം വന്നെത്തി. 2012 ഒക്ടോബർ 22. അന്ന് വൈകിട്ട് വെങ്കടക്കൊണ്ടയും ചെഞ്ചുലതയും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. പക്ഷേ വീട്ടിൽ ആരുടെയും അനക്കമില്ല. വീട് പൂർണ്ണമായും നിശബ്ദമാണെന്ന് കണ്ടപ്പോൾ എന്തെന്നില്ലാതെ അവരുടെ മനസ്സിൽ ഭയം നിഴലിച്ചു. അങ്ങനെ വീടിനുള്ളിൽ കയറിയ അവർ കണ്ടത് അടുക്കളയിൽ ചലനമില്ലാതെ കിടക്കുന്ന സത്യവതിയെയാണ്. ഓടി അടുത്തെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം അവർ മനസ്സിലാക്കിയത്. സത്യവതിയെ ആരോ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളുടെ കുഞ്ഞിനെയും കുടുംബത്തെയും നോക്കിയിരുന്ന സത്യവതി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച തീർത്തും വേദനാജനകമായിരുന്നു. ഉടൻ തന്നെ പോലീസിനെ കോൾ ചെയ്ത ശേഷം അവർ 10 മാസം പ്രായമുള്ള അവരുടെ കുഞ്ഞിനെ തേടാൻ തുടങ്ങി. പക്ഷേ ആ വീട് മുഴുവൻ തിരഞ്ഞിട്ടും സാൻവിയെ കാണാനില്ല. ഒരു വശത്ത് സത്യവതിയുടെ ജഡം, മറുവശത്ത് അവരുടെ മകളും മിസ്സിംഗ് ആയി. നിമിഷങ്ങൾ കൊണ്ട് തന്റെ കുടുംബം തകർന്ന പോലെയാണ് വെങ്കടക്കൊണ്ടയ്ക്ക് തോന്നിയത്. സോ ആരായിരുന്നു അതിന് പിന്നിൽ? എന്തായിരുന്നു അയാളുടെ മോട്ടീവ്? അതെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. അമേരിക്കയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരന്റെ കഥ. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും റീച്ച് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന എന്നെപ്പോലെയുള്ള ചെറിയ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായി ഹൈപ്പ് എന്ന പേരിൽ ഒരു പുതിയ ഫീച്ചർ യൂട്യൂബ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് അതിനുശേഷം ഹൈപ്പും കൂടി ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. സോ നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. താങ്ക് യു. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തി. ഇതേ സമയം വെങ്കടക്കൊണ്ട അവരുടെ വീട്ടിൽ നിന്നും ഒരു കത്ത് കണ്ടെത്തി. പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത്. കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ശിവ, നിന്റെ മകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഈ കാര്യം പോലീസിനെ അറിയിച്ചാൽ അവളെ കൊന്ന് കഷ്ണങ്ങളായി വെട്ടിനുറുക്കും. ഇതാരോടെങ്കിലും പറഞ്ഞാൽ അവളുടെ ബോഡി പാർട്സ് വീട്ടിലേക്ക് എറിഞ്ഞു തരും. നിങ്ങൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. നീ ചെയ്യുന്ന കോളും ഇമെയിൽസും വരെ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. നിനക്ക് നിന്റെ മകളെ ജീവനോടെ വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് $50,000 വേണം. നിന്റെ ഭാര്യ ലത പണവുമായി ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് വരണം. കൂടെ ആരെങ്കിലും വന്നാൽ നിന്റെ മകൾ കൊല്ലപ്പെടും. ഇത് തമാശയല്ല. നിന്റെ മകളെ വേണോ അതോ 5 മാസത്തെ നിന്റെ വരുമാനം വേണോ എന്ന് നീ തീരുമാനിക്ക്. ഇന്ന് രാത്രി 8 മണിക്ക് ലത ഒറ്റയ്ക്ക് പണവുമായി സ്പോർട്സ് കോംപ്ലക്സിന്റെ മുന്നിൽ വരണം. ഞങ്ങളുടെ ആള് പണമെടുത്ത ഉടൻ ഞങ്ങൾ കോൾ ചെയ്ത് നിങ്ങളുടെ മകൾ എവിടെയുണ്ടെന്ന് പറയും. ആരെങ്കിലും അതിബുദ്ധി കാണിച്ചാൽ അവരായിരിക്കും നിന്റെ മകളുടെ മരണത്തിന് ഉത്തരവാദി. 8 മണിക്ക് പണം റെഡിയായിരിക്കണം. എക്സ്ക്യൂസ് ഒന്നും പറയരുത്. നിന്റെ കുഞ്ഞ് രാവിലെ മുതൽ വിശന്നിരിക്കുകയാണ്. ഇതായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. കത്ത് വായിച്ചതും വെങ്കടക്കൊണ്ടയുടെയും ചെഞ്ചുലതയുടെയും ആശങ്ക ഇരട്ടിയായി. തങ്ങളുടെ കുഞ്ഞിനെ അവർ നന്നായി നോക്കുമോ എന്നായിരുന്നു അവരുടെ പേടി. ഇതേ സമയം അവരുടെ വീട്ടിൽ പലയിടങ്ങളിൽ നിന്നായി 10 കത്തുകൾ കൂടി പോലീസ് കണ്ടെത്തി. ആദ്യത്തെ കത്തിന്റെ ഉള്ളടക്കം തന്നെയായിരുന്നു ബാക്കി കത്തുകളിലുമുള്ളത്. അതിനുശേഷം പണവുമായി ചെഞ്ചുലത സ്പോർട്സ് കോംപ്ലക്സിന് മുന്നിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി.
അതിന്റെ പരിസരത്ത് പ്രച്ഛന്ന വേഷം ധരിച്ച പോലീസുകാരും മറഞ്ഞിരിപ്പുണ്ടായിരുന്നു. പക്ഷേ 8 മണി കഴിഞ്ഞ് 10 മണിയായിട്ടും ആ കത്തിൽ പറഞ്ഞ പോലെ ആരും വന്നില്ല. അതിനർത്ഥം ഒന്നുകിൽ കിഡ്നാപ്പേഴ്സ് പേടിച്ചു, അല്ലെങ്കിൽ അവർ പ്ലാൻ മാറ്റി. ഇതിനിടയിൽ പോലീസും മറ്റു വോളണ്ടിയേഴ്സും ചേർന്ന് ആ പരിസര പ്രദേശങ്ങളിൽ സാൻവിയെ തേടി. അവിടെയുള്ള ഓരോ വീടുകളിലും പോലീസ് കയറി ഇറങ്ങി. അവരുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലുള്ള മറ്റ് ഇന്ത്യക്കാർ അവരാൽ കഴിയുന്ന സഹായം ചെയ്യുകയും വെങ്കടക്കൊണ്ടയും ചെഞ്ചിലതയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്തിനേറെ പറയുന്നു, അവരുടെ ഫാമിലി ഫ്രണ്ടായ രഘുനന്ദൻ യണ്ടമൂരി അദ്ദേഹത്തിന്റെ ഓഫീസിലെ പ്രിന്റർ ഉപയോഗിച്ച് 200-ലധികം മിസ്സിംഗ് ചൈൽഡ് പോസ്റ്റേഴ്സ് ആണ് പ്രിന്റ് ചെയ്ത് പരിസര പ്രദേശങ്ങളിൽ വിതരണം ചെയ്തത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ അന്വേഷണം പുരോഗമിച്ചില്ല. മാത്രമല്ല, കിഡ്നാപ്പറിന്റെ ഭാഗത്തു നിന്നും പിന്നീട് യാതൊരു അപ്ഡേറ്റും ഉണ്ടായതുമില്ല. അതിനുശേഷം പെൻസിൽവാനിയയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി മുന്നോട്ട് വരികയും അവർ പണം സ്വരൂപിച്ച് സാൻവിയെ പറ്റി എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് $50,000 റിവാർഡും പ്രഖ്യാപിച്ചു. ഈ സമയത്താണ് പോലീസിന് ആദ്യത്തെ ക്ലൂ കിട്ടിയത്. പണം ആവശ്യപ്പെട്ടുകൊണ്ട് കിഡ്നാപ്പർ എഴുതിയ കത്ത് വായിച്ച പോലീസ് വിചിത്രമായൊരു കാര്യം ശ്രദ്ധിച്ചു. വെങ്കടക്കൊണ്ടയെന്നും ചെഞ്ചിലതയെന്നുമുള്ള റിയൽ നെയിംസ് ഉപയോഗിക്കേണ്ടതിന് പകരം അവരുടെ ചെല്ലപ്പേരാണ് കത്തിൽ എഴുതിയിരുന്നത്. അതിനർത്ഥം അവരെ നന്നായി അടുത്തറിയാവുന്ന ആരോ ആണ് കത്തെഴുതിയിരിക്കുന്നത്. അങ്ങനെ പോലീസ് കൂടുതൽ തെളിവുകൾ തേടുന്നതിനിടയിൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വന്നു. വെങ്കടക്കൊണ്ടയുടെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലുള്ള ഒരു ജിമ്മിൽ നിന്നാണ് ആ കോൾ വന്നത്. ജിമ്മിലെ ചെക്ക് ഇൻ കൗണ്ടറിനടുത്ത് ഒരു ബ്ലൂ കളർ ബാഗ് ഇരിപ്പുണ്ടെന്നും ആ ബാഗ് ഇവിടെയുള്ള ആരുടെയും അല്ലെന്നും അതിലെന്തോ ദുരൂഹതയുണ്ടെന്നും പോലീസ് എത്രയും പെട്ടെന്ന് വന്ന് ആ ബാഗ് പരിശോധിക്കണമെന്നുമായിരുന്നു ജിമ്മിലെ ജീവനക്കാരൻ പോലീസിനെ അറിയിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ ജിമ്മിലെത്തി ആ ബാഗ് തുറന്ന പോലീസ് അമ്പരന്നു പോയി. കാണാതായ 10 മാസം പ്രായമുള്ള സാൻവിയുടെ ഡെഡ് ബോഡിയായിരുന്നു ആ ബാഗിനുള്ളിൽ. ആ വാർത്തയറിഞ്ഞ വെങ്കടക്കൊണ്ടയും ചെഞ്ചിലതയും തകർന്നുപോയി. അവരുടെ ഒരേ ഒരു കുഞ്ഞ് കൊല്ലപ്പെട്ടു. ആരെയും വേദനിപ്പിച്ചിട്ടില്ലാത്ത, ഒരു ശത്രുക്കളുമില്ലാത്ത അവരുടെ കുഞ്ഞ് കൊല്ലപ്പെട്ടു. അതിനുശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി പോലീസ് ആ ബാഗ് ലാബിലേക്ക് അയച്ചു. അതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. അതുപ്രകാരം ശ്വാസം മുട്ടിയാണ് സാൻവി മരണപ്പെട്ടത്. വായു കയറാത്ത ബാഗിനുള്ളിൽ അവൾക്ക് ശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കുടുംബത്ത് കയറി സാൻവിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാരാണെന്നായിരുന്നു പോലീസിന്റെ ചോദ്യം. ഈ കൊടുംക്രൂരത ചെയ്തത് ആരായാലും അയാളെ വെറുതെ വിടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു. അങ്ങനെ പോലീസ് ആ ബിൽഡിംഗിലെ മുഴുവൻ CCTV ഫൂട്ടേജും പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ള ഒരു ക്ലൂ ആ ബ്ലൂ ബാഗ് ആണ്. സോ ആ ജിമ്മിലേക്കോ അല്ലെങ്കിൽ ആ ബിൽഡിംഗിന്റെ അകത്തേക്കോ പുറത്തേക്കോ ആരെങ്കിലും ആ ടൈപ്പ് ബാഗുമായി പോയിരുന്നോ എന്ന് കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. അങ്ങനെ കേസിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായി. ജിമ്മിൽ നിന്ന് കണ്ടെത്തിയ പോലെയുള്ള ഒരു ബ്ലൂ കളർ ബാഗും പിടിച്ച് ഒരാൾ ആ ബിൽഡിങ്ങിന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി. പോലീസ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെങ്കടക്കൊണ്ടയ്ക്കും ചെഞ്ചിലതയ്ക്കും അയച്ചപ്പോൾ ആ നിമിഷം തന്നെ അയാളെ അവർ തിരിച്ചറിഞ്ഞു. CCTV ഫൂട്ടേജിൽ കണ്ട അയാളുടെ പേരാണ് രഘുനന്ദൻ യണ്ടമൂരി. ഇയാളുടെ പേര് ഇതിനു മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെങ്കടക്കൊണ്ടയും ചെഞ്ചിലതയും താമസിക്കുന്ന അതേ ബിൽഡിംഗിൽ തന്നെയാണ് രഘുനന്ദനും താമസിക്കുന്നത്. സത്യത്തിൽ അയാൾ ഇവരുടെ ഫാമിലിയുമായി നല്ല അടുപ്പമായിരുന്നു. സാൻവി മിസ്സിംഗ് ആയ സമയത്ത് അയാൾ അവരെ സഹായിക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിൽ നിന്നും എല്ലാവരെയും പോലെ ഒരു നല്ല ഭാവി തേടിയാണ് രഘുനന്ദൻ അമേരിക്കയിലെത്തിയത്. IT ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന അയാൾക്ക് വെങ്കടക്കൊണ്ടയുടെ ഫാമിലിയുമായി നല്ല ഫ്രണ്ട്ലി റിലേഷനും ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് രഘുനന്ദനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ തനിക്കൊന്നും അറിയില്ലെന്നാണ് അയാൾ ആദ്യം പറഞ്ഞതെങ്കിലും പോലീസ് CCTV ഫൂട്ടേജ് തെളിവായി കാണിച്ച് തുടർച്ചയായി അയാളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ രഘുനന്ദൻ ആ സത്യം വെളിപ്പെടുത്തി. ചൂതാട്ടത്തിൽ അഡിക്റ്റഡായ രഘുനന്ദൻ ഒരുപാട് പണം ചൂതുകളിയിലൂടെ നശിപ്പിച്ചു. ആ ദുശീലത്തിലൂടെ അയാളുടെ സാലറിയിൽ അധികവും തീർന്നു. അങ്ങനെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് അയാളുടെ ഭാര്യയും പ്രഗ്നന്റ് ആയി. അയാളുടെ ഭാര്യയ്ക്ക് രഘുനന്ദന്റെ ഈ ദുശീലത്തെപ്പറ്റി അറിയില്ലായിരുന്നു. ചൂത് കളിച്ച് വലിയ കടത്തിലായ രഘുനന്ദൻ പുറമേ ചിരിച്ചുകൊണ്ട് ഓഫീസിൽ പോയെങ്കിലും ഓരോ തവണയും കടം കൊടുത്തവർ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഭയപ്പെട്ടു. ഭാര്യ അറിയാതെ
കടം വീട്ടാനായി അയാൾ ബാങ്കിൽ ലോണിന് അപേക്ഷിച്ചെങ്കിലും ബാങ്ക് ലോൺ റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഭയന്നുപോയ രഘുനന്ദൻ എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ പണമുണ്ടാക്കി ആ കടക്കണിയിൽ നിന്നും പുറത്തു വരാൻ പ്ലാൻ ചെയ്തു. ആ സമയത്താണ് ചെഞ്ചലതയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് രഘുനന്ദനെ വെങ്കടക്കൊണ്ട ക്ഷണിച്ചത്. അങ്ങനെ അവരുടെ കയ്യിൽ പണവും ഗോൾഡും ഉണ്ടെന്നും സത്യവതിയുടെ കഴുത്തിൽ ഒരുപാട് ആഭരണങ്ങൾ കിടക്കുന്നതും രഘുനന്ദൻ ശ്രദ്ധിച്ചു. അങ്ങനെ അയാളെ സ്വീകരിച്ച ആ കുടുംബത്തെ തന്നെ അയാൾ ലക്ഷ്യം വെച്ചു. അവരുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരോട് പണം ചോദിക്കാനും അതുവഴി തന്റെ കടം തീർക്കാനുമായിരുന്നു പ്ലാൻ എന്നും ആരെയും കൊല്ലണമെന്നോ വേദനിപ്പിക്കണമെന്നോ താൻ ആഗ്രഹിച്ചില്ലെന്നുമാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അയാൾ പറഞ്ഞ കാര്യങ്ങൾ പോലീസിനെ ഞെട്ടിച്ചു കളഞ്ഞു. 2012 ഒക്ടോബർ 22-ാം തീയതി രഘുനന്ദൻ വെങ്കടക്കൊണ്ടയുടെ വീട്ടിലെത്തി. പരിചയമുള്ള ആളായതുകൊണ്ട് സത്യവതി അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്ത് കയറിയ രഘുനന്ദൻ സത്യവതിയെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും ആവശ്യപ്പെട്ടു. പിന്നീട് സാൻവി എടുക്കാൻ ശ്രമിച്ചപ്പോൾ സത്യവതി അത് തടയുകയും തുടർന്നുണ്ടായ സംഘർഷത്തിൽ രഘുനന്ദൻ സത്യവതിയുടെ കഴുത്തിൽ കുത്തി അവരെ കൊലപ്പെടുത്തി. തുടർന്ന് സാൻവിയെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ബാഗിലിട്ട് അയാൾ പുറത്തേക്കോടി. കുഞ്ഞു കരയാൻ തുടങ്ങിയപ്പോൾ അവളുടെ വായിൽ അയാൾ തുണി തിരുകി കയറ്റി. അല്പനേരം കഴിഞ്ഞ് സാൻവി വീണ്ടും കരഞ്ഞപ്പോൾ അയാൾ പാനിക്കാവുകയും അവളെ നിശബ്ദയാക്കാനായി വീണ്ടും ഒരു തുണി കൂടി അയാൾ കുഞ്ഞിന്റെ വായിൽ തിരികെ കയറ്റി. കുഞ്ഞിന് ശ്വാസം മുട്ടുമെന്ന് അയാൾ ഓർത്തില്ല, അല്ലെങ്കിൽ ഓർക്കാൻ ശ്രമിച്ചില്ല. വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തും അയാൾ അവിടെ വെച്ചിരുന്നു. കയ്യിൽ ബാഗും തൂക്കി പുറത്തേക്ക് ഓടുന്നതിനിടയിൽ രഘുനന്ദൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. സാൻവിയുടെ അനക്കമില്ല. അങ്ങനെ ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് സാൻവി ശ്വാസം മുട്ടി മരിച്ചുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. ഭയന്നുപോയ അയാൾ ബാഗ് ജിമ്മിൽ ഉപേക്ഷിച്ചു. പണം തട്ടിയെടുക്കാനുള്ള പ്ലാൻ വലിയ ദുരന്തത്തിൽ അവസാനിച്ചെന്ന് അയാൾ മനസ്സിലാക്കി. സാൻവി മരണപ്പെട്ടതുകൊണ്ട് ഇനി പണം ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഒടുവിൽ ജിമ്മിലെ ജീവനക്കാരൻ ആ ബാഗ് കണ്ടപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. സോ പോലീസിന്റെ കൃത്യമായ അന്വേഷണം കാരണം ഒടുവിൽ രഘുനന്ദൻ പിടിക്കപ്പെട്ടു. ആ വാർത്ത പുറത്തായപ്പോൾ അമേരിക്കക്കാരും പെൻസിൽവാനിയുള്ള ഇന്ത്യക്കാരും അമ്പരന്നു പോയി. കൊടൂരവും മൃഗീയവുമായ ഇരട്ടക്കൊലപാതകം നടത്തിയ രഘുനന്ദന് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ നീണ്ട വിചാരണയ്ക്കൊടുവിൽ രഘുനന്ദന് കോടതി വധശിക്ഷ വിധിച്ചു. പക്ഷേ അമേരിക്കയിൽ വധശിക്ഷ വിധിച്ചാലും ശിക്ഷ നടപ്പിലാക്കാൻ കാലതാമസമുണ്ട്. വധശിക്ഷയ്ക്ക് മാറ്റമില്ലെങ്കിലും ലീഗൽ പ്രൊസീജിയേഴ്സും അപ്പീലുമൊക്കെ കാരണം ശിക്ഷ നടപ്പിലാക്കാൻ ഒരുപാട് കാലതാമസമുണ്ട്. സോ മരണം കാത്ത് രഘുനന്ദൻ ഇന്നും ജയിലിൽ കഴിയുന്നു. സോ ഇതേപോലെയുള്ള ട്രൂ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് തുടർന്നും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.